A 12-pole 3-phase alternator driven at speed of 500 rpm supplies power to a 8-pole 3-phase induction motor. If the slip of the motor at full load is 3%, calculate full load speed of the motor. അപ്പോൾ എന്താണ് ഫുൾ സ്പീഡ് മോട്ടറിൻ്റെ ഫുൾ ലോഡ് സ്പീഡ് അല്ലെങ്കിൽ ആക്ച്വൽ സ്പീഡ് റോട്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്, NR ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്ന അവിടെ ആൾട്ടർനേറ്ററും ഉണ്ട് മോട്ടറും ഉണ്ട്. ആൾട്ടർനേറ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൾട്ടർനേറ്റർ കിട്ടുന്ന സപ്ലൈയാണ് നമ്മൾ മോട്ടറിലേക്ക് കൊടുക്കുന്നത്. ആദ്യം മോട്ടറിൻ്റെ തന്ന ഡീറ്റെയിൽസ് എടുത്ത് എഴുതാം. എന്തൊക്കെയാണെന്നുണ്ട്, മോട്ടറിൻ്റെ പോൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പോൾസ് P പറയുന്നത് 8. പെർസെൻറ്റേജ് സ്ലിപ്പ് S തന്നിട്ടുണ്ട്, എത്ര 3%. ഇനി എന്തെങ്കിലും വേറെ ഒന്നും തന്നിട്ടില്ല. ഇനി അത് നമുക്ക് എഴുതാം, മോട്ടറിൻ്റെ ആക്ച്വൽ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് NR. അപ്പോൾ NR വരുന്ന ഇക്വേഷനാണ് സ്ലിപ്പ് പറയുന്നത് NS മൈനസ് NR ഡിവൈഡ് ബൈ NS ഇൻറ്റു 100. പക്ഷേ അതിൽ എന്ത് തന്നില്ല, NS തന്നിട്ടില്ല. പക്ഷേ NS കണ്ടുപിടിക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ NS കാണാനുള്ള ഇക്വേഷനാണ് 120 F ഡിവൈഡ് ബൈ P. അതിൽ 120 ഇൻറ്റു F എന്താണ് നമുക്ക് അറിയില്ല, P എന്തുണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, F കണ്ടുപിടിക്കണം. F പറയുന്നത് സപ്ലൈ ഫ്രീക്വൻസി, ആൾട്ടർനേറ്റർ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും നമ്മൾ മോട്ടറിന് കൊടുക്കുന്നത്. അപ്പം ആൾട്ടർനേറ്ററിൻ്റെ സപ്ലൈ ഫ്രീക്വൻസി എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആൾട്ടർനേറ്ററിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പോൾസ് 12 തന്നിട്ടുണ്ട്. ആൾട്ടർനേറ്റർ സിങ്കർണസ് സ്പീഡ് 500 rpm തന്നിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പോൾ സിങ്കർണസ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എഴുതുക, NS = 120 F ഡിവൈഡ് ബൈ P. അന്ന് F കാണാനുള്ള ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 50 Hz കിട്ടും. ഇത് നേരെ എന്ത് ചെയ്യുക, സിങ്കർണസ് സ്പീഡ് മോട്ടറിൻ്റെ സിങ്കർണസ് സ്പീഡ് കാണാനുള്ള ഇക്വേഷനിലേക്ക് കൊടുക്കുക. അത് സെയിം ഇക്വേഷൻ തന്നെ NS = 120 ഇൻറ്റു F ഡിവൈഡ് ബൈ P. അതിൽ F ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് 50 കൊടുത്ത്, ഇപ്പോൾ ഇവിടെ മോട്ടറിൻ്റെ പോൾസ് എന്ന് പറയുന്നത് 8. നമുക്ക് എത്ര കിട്ടി, 750 rpm കിട്ടി. ഇനി എന്താണ്, ഇത് നേരെ എന്ത് ചെയ്യുക, മോട്ടറിൻ്റെ ആക്ച്വൽ സ്പീഡാണ് റോട്ടർ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് സ്ലിപ്പ് കാണാനുള്ള ഇക്വേഷൻ എഴുതുക. പെർസെൻറ്റേജ് സ്ലിപ്പ് സമം NS മൈനസ് NR ഓൾ ഡിവൈഡ് ബൈ NS ഇൻറ്റു 100. പെർസെൻറ്റേജ് സ്ലിപ്പ് എന്തെങ്കിലും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 3 സമം NS ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് 750 മൈനസ് NR ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓൾ ഡിവൈഡ് ബൈ NS തന്നെ 750 എഴുതുക ഇൻറ്റു 100. ദെൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ NR സമം എത്ര കിട്ടും, 727.5 rpm കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 400 volt 3-phase 8-pole 50 Hz squirrel gauge motor has a rated full load speed of 720 rpm. Determine the synchronous speed, rotor slip at rated load, percentage slip at rated load, percentage slip at the instant of startup, the rotor frequency at the rated load, the rotor frequency at the instant of startup. ഫസ്റ്റ് എന്താ, സിങ്കർണസ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, NS = 120 F ഡിവൈഡ് P. 120 ഇൻറ്റു ഫ്രീക്വൻസി 50, പോൾസ് എത്ര 8, നമുക്ക് 750 rpm കിട്ടി. സ്ലിപ്പ് അറ്റ് റേറ്റ് ലോഡ് പറയുന്നത് സിങ്കർണസ് സ്പീഡും ആക്ച്വൽ സ്പീഡും തമ്മിലുള്ള വ്യത്യാസം. സിങ്കർണസ് സ്പീഡ് 750 ആണ്, ആക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത് 720 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നേരെ 750 720 കുറയ്ക്കുമ്പോൾ റേറ്റഡ് ലോഡിൽ എത്ര കിട്ടി, 30 rpm കിട്ടി. പെർസെൻറ്റേജ് സ്ലിപ്പ് ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക, NS കൊണ്ട് സിങ്കർണസ് സ്പീഡ് കൊണ്ട് ഹരിച്ചിട്ട് അതിനെന്ത് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പെർസെൻറ്റേജ് സ്ലിപ്പ് ആകുമ്പോൾ 30, അതായത് NS NR ഓൾ ഡിവൈഡ് ബൈ NS ഇൻറ്റു 100. അതിൽ NS മൈനസ് NR നേരത്തെ 30 നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, NS കൊണ്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 30 ഡിവൈഡ് ബൈ 750 ഇൻറ്റു 100 34%. At the instant of startup, rotor speed is 0. And hence the percentage slip will be 100%. The rotor frequency at rated load FR സമം FS into fractional slip. അതായത് fractional slip into frequency എന്ന് പറഞ്ഞ് റോട്ടർ ഫ്രീക്വൻസി ആണ് അലിക്കേഷൻ. ഫ്രീക്വൻസി 50 ആണ്, ഫ്രാക്ഷണൽ സ്ലിപ്പ് എത്രയാണ് 0.04. എത്ര കിട്ടി, 2 Hz കിട്ടി. At the instant of starting slip is 100%. Therefore, at this instant, rotor frequency will be equal to stator frequency. അവിടെ സ്ലിപ്പ് എന്ന് പറയുന്നത് 100% ആണ്. അതുപോലെ തന്നെ അവിടുത്തെ റോട്ടർ ഫ്രീക്വൻസിയും സ്റ്റേറ്റർ ഫ്രീക്വൻസിയും എന്തായിരിക്കും, തുല്യമായിരിക്കും.